ക്രൗഡ് വരാതെ നോക്കിക്കോണം. യെസ് മാഡം. എവിഡൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം മാഡം. എവിഡൻസ് എല്ലാം കളക്ട് ചെയ്യും. സാർ. ആരാ ഇൻഫോം ചെയ്തത്? കൺട്രോൾ റൂമിലേക്ക് വിവരം ലഭിച്ചത് മാഡം. അവരാണ് എനിക്ക് ഇൻഫോം ചെയ്തത്. അത് കഴിഞ്ഞാണ് നിങ്ങൾക്ക് പാസ് ചെയ്തത് മാഡം. പ്രസ് മീഡിയ ഒന്നും വരാതെ നോക്കിക്കോണം. ശരി മാഡം, നോക്കിക്കോളാം. എവിഡൻസ് ഉണ്ടെങ്കിൽ വിളിക്ക്. ഇങ്ങ് വന്നേ. വാടോ. മുണ്ട് താത്തിറൂ. സാർ നമസ്കാരം സാർ. നീയല്ലേ ആദ്യം കണ്ടത്? അതെ സാർ. ആളാരെന്നറിയോ? സാർ അറിയാം സാർ. പറഞ്ഞ കൊന്നോളെന്ന് ഭീഷണിപ്പെടുത്തി സാർ. അറസ്റ്റ് ചെയ്തായിരുന്നോ? അറസ്റ്റ് ചെയ്തു സാർ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അവൻ സാധാരണക്കാരനല്ല, വലിയൊരു കൊലപാതകിയാ. ഞാൻ പറയുന്ന ഒരു ഭാഗത്ത് കിടക്കട്ടെ. ഓക്കേ സാർ. ഹലോ. ഹലോ എസ് പി യുദാസ സംസാരിക്കുന്നത്. പറയൂ സാർ. നിങ്ങൾ അറസ്റ്റ് ചെയ്തില്ലേ? അവനെ വിടരുത്. കണ്ടാ നല്ലവനെ പോലെ തോന്നും, വലിയ കൊലയാളിയാ. അവനെ ജയിലിലടക്കണം. അവൻ പുറത്താണെങ്കിൽ ഇനിയും കൊലപാതകങ്ങൾ നടക്കും. മിനിസ്റ്റർ പറഞ്ഞു കാണുമല്ലോ അവൻ ആരാണെന്ന്. ഹലോ. ഹലോ എസ് പി മാഡം അല്ലേ? ഞാൻ കൗൺസിൽ തങ്കമാണ്. പോലീസ് ഇപ്പോഴാണ് മാഡം കറക്റ്റായിട്ട് ജോലി ചെയ്യുന്നത്. അവൻ സാധാരണക്കാരനല്ല മാഡം, പല ആളുകളുടെയും ജീവിതം തകർത്തവനാണ്. പറ്റാവുന്ന എല്ലാ വകുപ്പിട്ട് അവൻ്റെ പേര് കേസെടുത്ത് പുറത്തു വരാതെ നോക്കണം. ശരി, ഓക്കെ. പറഞ്ഞു കാണുമല്ലോ. നമസ്കാരം മാഡം. പറയൂ സാർ. ഞാൻ മുത്തനഗർ മുന്നേറ്റ കഴകത്തിന്റെ നേതാവ് രാജദുരയാണ് സംസാരിക്കുന്നത്. ഇന്നൊരു ചെറുക്കനെ മർഡർ കേസിൽ അറസ്റ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ? അവൻ സാധാരണക്കാരനല്ല മാഡം. അവനെ വിടരുത്. അവൻ പുറത്തു വന്ന ഈ സമൂഹത്തിന് ദോഷമാ. അവനെ പറ്റി മന്ത്രി പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ നോക്കിക്കോളാം. ഓക്കെ. ഹലോ. നമസ്കാരം എസ് പി. പറയൂ സാർ. അവൻ അറസ്റ്റ് ചെയ്ത നാട്ടുകാർക്ക് വലിയ സന്തോഷമാണ്. അവൻ സാധാരണ ആളല്ല കേട്ടാ. അവൻ പ്ലാൻ ചെയ്ത ആളെ കൊല്ലുന്ന വലിയ വിളവനാ. വിടരുതവനെ. പറ്റിയ എൻകൗണ്ടർ ചെയ്യണം. ഇല്ലേ ജീവിതാന്ത്യം വരെ ജയിലിൽ കിടക്കട്ടെ. എടാ, നീ എന്താ ഇത്രയും വലിയ അകത്തേക്ക് വാ, ശരിയാക്കി തരാം. പറയൂ സാർ. ഹലോ എസ് പി, അവനെതിരെ കേസെടുത്തില്ലേ? എങ്ങനെ സാർ? അവൻ സമ്മതിക്കണ്ടേ? ശരിയായ സാക്ഷികളില്ല സാർ സറണ്ടർ ചെയ്യാൻ. സാക്ഷി ഇല്ലെന്നോ? എത്ര സാക്ഷികളെ ഉണ്ടാക്കിയിട്ടാ ഞാൻ ഇവിടം വരെ എത്തിയത്. നിങ്ങൾ വിചാരിച്ച നിരപരാധിയെ കുറ്റവാളിയാക്കാം, കുറ്റവാളിയെ നിരപരാധിയാക്കാം. എല്ലാ നിയമങ്ങളും നമ്മുടെ കയ്യിലല്ലേ. പറയുന്നത് അനുസരിക്ക്. ശരി സാർ, ഞാൻ നോക്കിക്കോളാം. എടാ, അവന് ജീവനുണ്ടോ അതോ ചത്തു നോക്കൂ.
അനിയ, ഈ സ്റ്റേഷന് കേസുമായിട്ട് ഒരു ബന്ധമില്ല അനിയ. എല്ലാ ISPയുടെ സ്പെഷ്യൽ ഫോഴ്സ് കാരണ. ഇന്ന് എന്റെ കുടുംബം നന്നായിട്ടിരിക്കാൻ നീയാണ് കാരണം അനിയ. നിന്നെ ഇതുപോലെ രക്തം വാർന്നൊഴുകുന്ന രീതിയിൽ അടിച്ചല്ലോ അനിയ. അത് പോട്ടെ ചേട്ടാ, ഞാൻ കൊന്നു എന്ന് പറയുന്നുണ്ടല്ലോ. ഞാൻ ആരെ കൊന്നേ? മരിച്ചതാരാ? നിങ്ങളുടെ കൂട്ടുകാരൻ. സാറേ, സാറുണ്ടോ? എന്നെ കണ്ട സാറാണെന്ന് തോന്നത്തില്ലേ? തോന്നൂല. എന്താന്ന് വെച്ചാ എന്റെ മോന്തായം അങ്ങനെയാ. ഈ വീട്ടിലെ ജോലിക്കാരനാ. എന്റെ പേര് ശനിയാണ്ടി. ദാ, വരൂ, വരൂ. നമസ്കാരം ചേട്ടാ. എന്താ കല്യാണമാണ്? കാതുകുത്താണോ? കല്യാണമാ? ആള് പ്രാർത്ഥനയില്ല. ഞാൻ അദ്ദേഹത്തിന് അനിയനാ, ഡഗ്ലസ് ഓൾബർട്ട്. ചുരുക്കി ഡക്ക് ഡക്ക് എന്ന് എന്താടാ ഇത്? പറയുമ്പോ ഓടാ. സോറി. സാറെ കാണാൻ പറ്റുമോ? ഇപ്പൊ മണി 8, പ്രാർത്ഥന കഴിഞ്ഞിട്ടുണ്ടാവും. വരൂ വരൂ, അകത്തിരിക്കൂ. ഓ ശരി. ദരിദ്രനോട് ദയ കാണിക്കുന്നവൻ കർത്താവിനാണ് കടം കൊടുക്കുന്നത്. അവൻ കൊടുത്ത കടങ്ങളെല്ലാം കർത്താവ് അവന് തിരിച്ചു കൊടുക്കും. ആ, ഞാനിങ്ങനെ ദൈവത്തെ സ്തുതിച്ചില്ലായിരുന്നെങ്കിൽ നിന്നെ എനിക്ക് കിട്ടില്ലായിരുന്നു. അങ്ങനെയൊന്നുമില്ല ചേട്ടാ. മാതാവിന്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ നന്നായിരിക്കണം, നമ്മളെ വിശ്വസിച്ചു വരുന്നവരും നന്നായിരിക്കണം. നമ്മുടെ സാരത്ത് എവിടെയാ? ചെക്കൻ്റെ നാടേതാ? കൂത്തൻകുളി. ഓ, ആ ചേട്ടാ, ഇവര് നമസ്കാരം. വന്നേ. നമസ്കാരം. എന്റെ ചേട്ടൻ മരിച്ചുപോയ മോള് ശർമ്മളയെ വണങ്ങാതെ വേറെ ആരെയും കാണില്ല. ഇരുന്നട്ടെ ഇരുന്നട്ടെ. സഹായം ചോദിച്ചു വരുന്നവരോട് ഇല്ലെന്ന് പറയാത്ത ഒരേ വീട് ഈ വലിയ വീടാ. ഇതാ കല്യാണം അതെ. ആർക്ക്? പെൺകുട്ടിക്കാണോ? ആ, മോളുടെയാ. റെക്സ്ലിൻ, ആ നമസ്കാരം. നമസ്കാരം. നന്നായിരിക്കട്ടെ. മീൻ മാറി തരുന്ന കടൽമേ പോലെ സാറും വാരിക്കൂരി തരുവാണല്ലോ. വളരെ അങ്ങനെ. സന്തോഷം. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. വരട്ടെ സാറേ. കല്യാണത്തിന് തീർച്ചയായും തീർച്ചയായും വരണം. വരട്ടെ അമ്മ. ശരി ശരി, വരട്ടെ. നീയും വാ, നമുക്ക് കഴിക്കാം. ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തിലായിരിക്കണം കണ്ണ്. ഇപ്പൊ ജനിച്ച കുട്ടികൾ പോലും റിംഗ് ടോൺ വരെ കേട്ടിട്ടാ പാല് വരെ കുടിക്കുന്നേ. അതെ അതെ, ഞാനും അങ്ങനെ തന്നെയാ. ഏയ്, അയ്യോ. എന്നാ മോനെ പിടിക്ക്. അമ്മേ, എനിക്കില്ലേ? നിനക്കില്ലാതെയോ? വാളിയാ, ഹായ് അളിയ. ഇരിക്കടാ, നീ കഴിക്കാം. ഈ വീട്ടിലെ മോൻ തന്നെയല്ലേ? അമ്മേ, നിങ്ങൾ പറഞ്ഞാലും ഇല്ലെങ്കിലും ഞാനും ഈ വീട്ടിലെ കുട്ടിയമ്മേ. ദൈവം എനിക്ക് തന്നെ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അമ്മേ ഇവൻ. ഏയ്, നിനക്ക് മാത്രമാണ് അവൻ ബെസ്റ്റ് ഫ്രണ്ട്. എന്റെയും ബെസ്റ്റ് ഫ്രണ്ടാണ് അവൻ. എന്നെങ്കിലും അവൻ മര്യാദക്ക് എന്നെ ചിറ്റപ്പാന്ന് വിളിച്ചിട്ടുണ്ടോ? ചുറ്റൂന്നല്ലേ വിളിക്കാറ്. എടാ, ചേട്ടാ, നേരത്തിനും കാലത്തും കല്യാണം കഴിച്ചില്ലെങ്കിലേ മകനെ ഫ്രണ്ട് എന്ന് വിളിക്കേണ്ടി വരും. ഞാൻ കല്യാണം കഴിച്ചു പോയ ഈ നാടും നാട്ടുകാരെയൊക്കെ ആര് രക്ഷിക്കാനാ? അതിനല്ലേ ഞാനുള്ളത്. ഏയ്. ഓടാ.